ഹേ ഗേസ്, ഞാൻ റാസി. നമ്മുടെ കാറിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറിംഗ് നോയ്സാണ്. ഇതിൻ്റെ ഓണർ ഓൾറെഡി കുറച്ച് സമയം മുമ്പ് ബെയറിംഗ് മാറിയതാട്ടോ. ഫ്രണ്ടിലെ ഏതോ ഒരു ബെയറിംഗ് മാറിയിട്ടുണ്ടെന്നേ അറിയുള്ളൂ, കറക്റ്റ് ഏതാണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ച് നോക്കുന്നുണ്ട്. നല്ല ശബ്ദമാണ് ഫ്രണ്ടിൽ നിന്ന്, നല്ല രീതിയിലുള്ള വൈബ്രേഷനും ഒരു മൂളുന്ന സൗണ്ടൊക്കെ. നിങ്ങൾക്ക് അറിയാലോ, നോർമലി ബെയറിംഗ് പോയി കഴിഞ്ഞാൽ വരുന്ന ഒരു സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ കാർ പ്രോപ്പറായിട്ട് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ പാർട്സ് ഇതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഹുണ്ടായുടെ പാർട്സ് മേടിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ബെയറിങ് കിട്ടിയിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ആഫ്റ്റർ മാർക്കറ്റിൻ്റെ ഒരു പ്രൈസൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതായത് ആഫ്റ്റർ മാർക്കറ്റിലുള്ള പോലെയുള്ള ആ ഒരു ABS റീഡിംഗ് ഒന്നും ഇതിലില്ല കേട്ടോ. കാരണം ഈ വണ്ടിക്ക് ഒരിക്കലും തന്നെ ബിയറിങ്ങിൻ്റെ മേലെ ABS റീഡിങ്ങിൻ്റെ സെൻസർ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അത് നമ്മുടെ ആക്സിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബെയറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് അഴിച്ചെടുക്കുന്ന ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ഫിക്സ് ചെയ്യുന്നത് കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലെയ്ത്തിലാണുള്ളത്. അപ്പോൾ ലെയ്ത്തിൽ നിന്ന് അവരിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ബെയറിങ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പഴയ ബെയറിങ് അഴിച്ചെടുക്കണം. 2 ബെയറിങ്ങും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും മാറുന്നുണ്ട്. കാരണം 2 സൈഡിലും പ്രശ്നമുണ്ട്, 2 സൈഡിലും വൈബ്രേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം മാറിയിട്ട് കാര്യമില്ല. അപ്പം ഇതിലുള്ളത് ഉറപ്പാണ് ആഫ്റ്റർ മാർക്കറ്റിനാണ് സാധനം, ഒരിക്കലും തന്നെ ഒറിജിനൽ സാധനമല്ല. കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, പകൽ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിലൊക്കെ. അപ്പോൾ നമ്മളിത് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളിതുപോലെയുള്ള പ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്ന് പറയുന്നതിനേക്കാളും ഞാൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ ഡയറക്റ്റ് പോയിട്ടാണ് പ്രസ് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോകും, കാരണം എനിക്കത് കറക്റ്റായിട്ട് കാണണം, എന്നാൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു വിശ്വാസം വരുള്ളൂ. കാരണം നമ്മളങ്ങനെയാണ്, കാരണം നമ്മളത് ചെയ്യുന്ന വർക്ക് നമ്മൾ ഡയറക്റ്റ് കണ്ട് നമുക്ക് ബോധ്യപ്പെടണം കേട്ടോ. അപ്പം ഞാൻ അവിടെ തന്നെ പോയിട്ടാണ് ഇത് ചെയ്യിക്കുക. അപ്പം നമ്മൾ എക്സ്പേർട്സിനെ മാത്രമേ ഇതിന് ഫൈൻഡും ചെയ്യാറുള്ളൂ. കാരണം ഒരു തവണ എവിടെന്നെങ്കിലും ചെയ്ത് പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകില്ല. അപ്പം ഇവരുടെയൊക്കെ അടുത്ത് നമ്മൾ കുറച്ച് സമയമായിട്ട് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് ബെയറിങ് നമ്മൾ ഇവിടുന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കെയർ ചെയ്യാനുണ്ട്. കാരണം ഈ ബെയറിങ് പ്രസ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന ആ ടൈറ്റ് വരെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു വർക്കർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മേ ബി അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വരെ നമുക്ക് ബെയറിങ് വീണ്ടും കംപ്ലയിൻറ്റ് വന്നേക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അത്യാവശ്യം പ്രഷറിലാണ് കാര്യങ്ങൾ ഇറങ്ങി പോകുന്നതൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഓടിച്ച് നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നിങ്ങൾ വണ്ടിയിൽ പാർട്സ് ഇടുന്ന സമയത്ത് മേ ബി കുറച്ച് ഉള്ളേരിയകളിലൊക്കെ ആണെങ്കിൽ ഈ ഒറിജിനൽ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾ മാക്സിമം ഒറിജിനൽ പാർട്സ് തന്നെ മേടിച്ചിടാൻ നോക്കുക. കാരണം പെട്ടെന്ന് വർക്ക് ചെയ്ത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ വെറുതെ ആഫ്റ്റർ മാർക്കറ്റ് ഇടാൻ നിൽക്കണ്ട. കാരണം വീണ്ടും അഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഭാഗം നോക്കി, അവിടെ ശരിക്കും ABSൻ്റെ റീഡിങ്ങിൻ്റെ ആ ഒരു സെൻസർ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, നമ്മളെ ജെനുവിനിൽ അവിടെ സെൻസർ ഇല്ല, പക്ഷേ ആഫ്റ്റർ മാർക്കറ്റിന് അവിടെ സെൻസർ ഉണ്ട്. ഇതാണ് അതായത് ഈ ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ടാക്കുന്ന ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല വണ്ടികൾക്ക് സൂട്ടാവുന്ന രീതിയിലാണ് ഒരു ബെയറിംഗ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതാ ഈ ബെയറിങ്ങിൽ നിങ്ങൾ നോക്കി ABSൻ്റെ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചില വണ്ടികളിലൊക്കെ നമ്മുടെ പോളോയിലൊക്കെ ബെയറിങ് ഇതുപോലെ ആട്ടോ വരിക. പോളോയിലൊക്കെ ഇതുപോലെയുള്ള സെൻസറാണ് വരിക. ഓക്കെ, ആർക്കറിയാം ഇത് ഏതൊക്കെ വണ്ടിയിൽ സൂട്ടാവുന്ന ടൈപ്പ് സെൻസറാണ്. എനിവേസ്, അപ്പോൾ നമ്മളിതാ സംഭവം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലെയും വീൽ ബെയറിംഗ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മൾ ആ ഫിക്സ് ചെയ്ത് പോകുന്ന രീതി നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. കാരണം നമ്മൾ ഈ ആക്സിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചില വണ്ടികളൊക്കെ നമ്മൾ അഴിക്കുമ്പോൾ ആക്സിൽ അഴിഞ്ഞ് വരാൻ ഭയങ്കര പാടാണ്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്രീസോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ കയറ്റി വയ്ക്കുന്നതുകൊണ്ടാണ് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ കൊറോഷനൊക്കെ വന്ന് അത് ജാമായി പോകട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആക്സിൽ ലിങ്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ റീഡിങ് വരിക ABSൻ്റെ. അപ്പോൾ നമ്മൾ ഈ കാറിന് എക്സ്ട്രാ ഒരു 1-2 വർക്കുകളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിനൊരു എറർ കോഡ് ഉണ്ടായിരുന്നു. റിയർ ലെഫ്റ്റ് വീലിൻ്റെ ABS സെൻസറാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ABS കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നക്കിള് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടായിരിക്കും, അതായത് ജസ്റ്റ് 2000 കിലോമീറ്ററോ മറ്റോ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓണർ ഓടിച്ചുള്ളൂ കേട്ടോ ആദ്യത്തെ ബെയറിങ്ങിൽ. അപ്പോൾ നമ്മൾ ഇനി പുതിയ ബെയറിങ് ഇട്ടിട്ട് നമുക്ക് ഓടിച്ചൊക്കെ നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാണ് നിങ്ങളുടെ ടോട്ടൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലോവർ ആം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈറോഡ് എൻഡ് മീൻസ് നമ്മുടെ ഷോക്ക്, ഞാനിതെല്ലാം ടോട്ടലി ചെക്ക് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ജോയിൻ്റൊക്കെ അത്യാവശ്യം പുതിയതാട്ടോ. ഓക്കെ, ഇതിൻ്റെ ഓണർ പറഞ്ഞു ഈടായിട്ട് ഈ കുറച്ച് അടുത്തായിട്ട് പുള്ളി ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മുടെ ജോയിൻറ്റുകളൊക്കെ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ബാക്ക് സൈഡിലായിട്ടൊരു ABSൻ്റെ സെൻസർ നമുക്കിവിടെ ചെറിയൊരു റിപ്പയറിങ് ചെയ്യാണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ സെൻസർ ഫുള്ളായിട്ട് മേടിച്ച് മാറ്റാം, പക്ഷേ ഇത് അത്യാവശ്യം പൈസ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റിപ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. വേറെ ഭാഗങ്ങളിലൊന്നും വലിയ ഫിസിക്കൽ ഡാമേജ് കാണുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയൊരു പ്രശ്നം കാണുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്തു. ഇത് റിപ്പയർ ചെയ്ത് സക്സസ്ഫുൾ ആട്ടോ. കാരണം റിപ്പയർ ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ ABSൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം പോയി കറക്റ്റായിട്ട് ABS റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സേഫായിട്ട് നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മൾ ടാപ്പ് വെച്ച് ജസ്റ്റ് ചുറ്റി വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി നമ്മൾ സസ്പെൻഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ സൈഡ് പ്ലേ വെർട്ടിക്കലി ഹൊറിസോണ്ടലി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കറക്റ്റാണ്. എക്സ്ട്രാ വേറെ പ്ലേ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിതാ ഇതുപോലെ കറക്കുന്ന സമയത്ത് കംപ്ലൈൻ്റ് ഉള്ള ബെയറിംഗ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഷോക്കിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിന് ഡീപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ എൻജിൻ ഓയിൽ, അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. എൻജിൻ ഓയിൽ വലിയ കുഴപ്പമില്ല, അടുത്ത് മാറിയതാട്ടോ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളൻ്റാണ്. കൂളൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ആളുകളൊന്നും കെയർ ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷേ ഈ കൂളൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. കാറ് നമുക്ക് കൂളൻ്റ് അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കാർ ഒന്നിനും പറ്റില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇതിനകത്തുള്ളത് കൂളൻ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഹോസൊക്കെ പിടിച്ച് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം എങ്ങനെ ഉണ്ടെന്നൊക്കെ. അത് പ്രസ്സൊന്നും ആവുന്നില്ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ ലൈഫ് തീരാറായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ABSൻ്റെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്യൂവൽ കുറച്ച് കുറവാണ്, അതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇനി കീ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എല്ലാ ലൈറ്റുകളും കാണാം. ABS, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മൊബിലൈസർ, എൻജിൻ ലൈറ്റ്, എയർ ബാഗ്, എല്ലാ ലൈറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫ്യൂവലിൻ്റെ ലൈറ്റ് മാത്രമേ അവിടെ കാണാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി ഒരു ലൈറ്റും തന്നെ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം പ്രോപ്പറായിട്ടാട്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കുഴപ്പമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് മാത്രമായിരിക്കും ഇവിടുന്ന്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. അതായത് നമ്മളിത് മെയിനായിട്ട് നമ്മൾ കോർണറിങ് ചെയ്യുന്ന സമയത്താണ്, അതായത് നമ്മൾ ലെഫ്റ്റിലേക്കൊക്കെ നന്നായിട്ട് വീശി എടുക്കുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് മൂളുന്ന കേട്ടോ സൗണ്ട്. ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫോട്ടോ കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഫിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ബ്രേക്ക് കാര്യങ്ങളൊന്നും തന്നെ ചവിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വീണ്ടും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം കേട്ടോ. കാരണം വീണ്ടും റിപ്പയർ ചെയ്യുന്ന പരിപാടിയില്ല. ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്യും, റെഡി ആയില്ലെങ്കിൽ പിന്നെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊക്കെ അതുപോലെയുള്ള ഒരു മെക്കാനിസമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇത് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയുടെ ഓണറാട്ടോ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയായി. കാരണം പക്ക നമ്മൾ പുതിയ വണ്ടി ഓടിക്കുന്ന സെയിം ഫീലാട്ടോ. ഓക്കെ, അപ്പോൾ ഞാനും വണ്ടി ഓടിക്കുന്നുണ്ട്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്കറിയാം വെർണ എന്ന് പറഞ്ഞാൽ നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഓടിച്ചു. എക്സ്ട്രാ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ജെനുവിൻ പാർട്സ് മാത്രം മേടിച്ചു വിടുക. കാരണം നിങ്ങൾ കുറച്ച് വണ്ടി ചിലപ്പം 1-2 ദിവസം നിങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിൽ വെക്കേണ്ട വന്നാലും ഇപ്പോൾ ഹുണ്ടായിയുടെയൊക്കെ ജെനുവിൻ പാർട്സ് ഓൾറെഡി നമുക്ക് പുറത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും കെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗാരേജിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ ഉണ്ടാവും, അതിൽ വിളിക്കുക. ഓക്കെ, നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.